മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് സാറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മേഘനാഥനെ കാണാനായിട്ട് മഹാലക്ഷ്മി അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറുവിരൽ തനിക്കെതിരെ ചലിച്ചാൽ ഉറപ്പായിട്ടും മാർക്കോ നിന്നെ വന്ന് കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് തന്നെ തോമസ് സാർ ആവട്ടെ മഹാലക്ഷ്മിക്കും കണ്ണനും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ കാണുകയും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് മഹിയുടെ കുഞ്ഞിനെ പാടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ശത്രുക്കൾ. പ്രതാപനോട് ഓൾറെഡി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, മോഹിനി ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ വിഷം കലർത്തണം, അതുപോലെ തന്നെ ജനിച്ച് വീണ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ കൊല്ലുന്നത് എളുപ്പമാണെന്നൊക്കെ. അതുകൊണ്ട് അവരാണെങ്കിൽ ആ പലഹാരങ്ങളിൽ വിഷം ചേർത്ത് ആരും അറിയാതെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും ഈ വിവരം കരുണയെ വിളിച്ചറിയിക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക മാത്രമല്ല, പിന്നീട് ഒരിക്കലും കരുണയെപ്പോലെ തന്നെ പ്രസവിക്കാൻ കഴിയാത്തൊരു സ്ത്രീയായിട്ട് മഹാലക്ഷ്മി മാറുകയും ചെയ്യും. പിന്നീട് മോഹിനിയാണെങ്കിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മുത്തശ്ശി വരുന്നുണ്ട്. എന്നിട്ട് അവളെ ചൊടിപ്പിക്കുന്നത് പോലെ തന്നെ ഓരോന്ന് പറയുന്നു. മോഹിനി പറയുകയാണ്, തിളച്ച എണ്ണയാണ് മുഖത്ത് കോരി ഒഴിക്കും, പ്രായം മാനിച്ചുകൊണ്ട് മാത്രമാണ് താൻ അതൊന്നും ചെയ്യാത്തത്. ആ മകള് അമ്മയെപ്പോലെ തന്നെയാണ്. അമ്മ പൂജാരികളുടെ പുറകെ പോകുമ്പോൾ മകള് കണ്ണി കണ്ട ആണുങ്ങളുടെ പുറകെ പോകുന്നു, അത്രമാത്രം. അല്ലേടി, ഈ കണ്ണനെ നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ, നിന്റെ മരുമകനായിട്ടായിരുന്നില്ലല്ലോ, മകനായിട്ടായിരുന്നല്ലോ അവനെ കണ്ടിരുന്നത്. അവനെ ചതിച്ച അവളോട് നിനക്ക് യാതൊരു ദേഷ്യമില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോളെ ആരെയും ചതിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം കാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ണൻ ഇപ്പോഴും എപ്പോഴും എൻ്റെ മോൻ തന്നെയായിരിക്കും. ആ കുട്ടി എന്നെ അങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നൊക്കെ മോഹിനി പറയുന്നു. ആ, നീ ഉണ്ടാക്കടി പലഹാരം, നന്നായി തന്നെ ഉണ്ടാക്ക്, ഇതോട് കൂടിയിട്ട് നിൻ്റെ സന്തോഷത്തിൻ്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഓരോന്ന് കുറിച്ചിട്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എടാ എനിക്കതൊന്നല്ല സംശയം, ഈ മോഹിനിക്ക് എന്തുകൊണ്ടാണ് ഒരു ദേഷ്യവും അവളോട് തോന്നാത്തത്? എപ്പോഴും അവൾ വരുമ്പോൾ സാധാരണ പോലെ തന്നെ പെരുമാറുന്നു. അവൾ കണ്ണനെ ചതിച്ചതല്ലേ, കണ്ണനെന്ന് വെച്ച മോഹിനിക്ക് ജീവനായിരുന്നു. ഇപ്പോൾ ഒരു തരത്തിലും അവനോട് സ്നേഹമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം അവൻ അവൾ അവനെ ചതിച്ചു, എന്തൊക്കെയോ ഒരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അവൾക്ക് അവളുടെ മോളോടൊപ്പം അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പ്രതാപം പറയുകയാണ്. എന്തായാലും നമ്മൾ ഈ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവൾ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ അടുക്കളയിലേക്ക് കയറാം, എന്നിട്ട് അതിൽ ഓരോന്നായിട്ട് ചേർക്കാം. എന്തായാലും മോഹിനിയാണെങ്കിൽ ഇതൊന്നും തന്നെ അറിയുന്നില്ല. പക്ഷേ ഈ സമയം കമലേശ്വരത്തിലാവട്ടെ കരുണയാണെങ്കിൽ ഈ കാര്യം ദുർഗയോടും ഉണ്ണിയോടും സ്വാതിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും അവസാനമാണ് ഇനി അവളുടെ എന്നൊക്കെ. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ കണ്ണേട്ടൻ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ പിന്നെ അവളെ നോക്കാനായിട്ട് അനന്തവേട്ടനും ലേഖയും ഉണ്ടെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. ഇനി ഒരിക്കലും അവൾക്ക് പ്രസവിക്കാനും കഴിയില്ല. പിന്നീട് നമുക്ക് ഒരിക്കലും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുമ്പോൾ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് കണ്ണനെ അറിയിക്കണം, കണ്ണനായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് ദുർഗ പറയുന്നു. അങ്ങനെ കണ്ണൻ്റെ മുന്നിൽ വെച്ച് ഇത് അവതരിപ്പിക്കുകയാണ്. അതെ മോനെ, നിൻ്റെ ശത്രു ഉണ്ടല്ലോ, അവളെ അവസാനിക്കാൻ പോവുകയാടാ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അതേടാ, അവളുടെ കുഞ്ഞുണ്ടല്ലോ, അവളുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കരുണമ്മളുടെ മുത്തശ്ശി അവളുടെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. എന്തായാലും ആ കുഞ്ഞ് ഭൂമി കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ഭൂമി പിളർന്നു പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അവൻ്റെ മനസ്സാകെ വല്ലാതെയാവുന്നു, തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല, ചിന്തിക്കുകയാണ് ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ദേഷ്യപ്പെട്ട് ഈ നാടകം അവസാനിപ്പിച്ചാൽ തൻ്റെ കുഞ്ഞിനായിരിക്കും ഏറ്റവും വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ തനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു കണ്ണനാണെങ്കിൽ പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ലേഖയെയും അനന്തുവിനെയും മഹിയെയും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കലും അമ്മ കൊണ്ടു തരുന്ന പലഹാരം കഴിക്കരുത് എന്ന് തന്നെ കണ്ണൻ ഉറപ്പിച്ച് പറയുന്നു. മഹിയും അതില്ലെന്ന് പറയുകയാണ്. പിന്നീട് മോഹിനിയാവട്ടെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്, എല്ലാം പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. ചൂടാറാനായിട്ട് പലഹാരങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ സമയം മോഹിനി ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് പ്രതാപനും മുത്തശ്ശിയും ചേർന്ന് ആ ഒരു മരുന്നുമായിട്ട് അടുക്കളയിലേക്ക് കയറുന്നുണ്ട്. മുത്തശ്ശിയോട് പ്രതാപൻ പറയുകയാണ്, അമ്മേ ഓരോന്നായിട്ട് എടുക്ക്, വേഗം ഒക്കെ ഒന്ന് കലക്കി വെക്കേ, അവളിപ്പോൾ ഇങ്ങ് എത്തുന്നൊക്കെ പറയുമ്പോൾ ആടാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹിനിയാണെങ്കിൽ ഇക്കാര്യവും കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവളാണെങ്കിൽ മറിഞ്ഞു നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നു. വലിയൊരു ചതിയാണ് ഒരുക്കുന്നത് എന്നുള്ള സത്യം മോഹിനി തിരിച്ചറിയുകയാണ്. എന്തായാലും ശത്രുക്കളുടെ ആ പ്ലാന് അതോട് കൂടിയിട്ട് പൊളിയുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ ആകെ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ കാഴ്ചകളൊക്കെ തന്നെ നോക്കി കാണുന്നത്.
പിന്നീട് കണ്ണനാണെങ്കിൽ ഒരു സമാധാനവുമില്ലാതെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് രേഖയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്കെന്തോ ആകെ പേടിയാവുന്നു മഹി. നമ്മുടെ കുഞ്ഞ് ഈ ഭൂമി കാണുന്നതിന് മുമ്പായിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? കണ്ണേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഞാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്കാർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കണ്ണേട്ടാ. പിന്നെ അനന്തുവേട്ടനും ലേഖയും മാർക്കോയും എല്ലാവരും നമ്മുടെ നിഴല് പോലെ തന്നെ കൂടെയുണ്ട്. ശത്രുക്കളൊന്ന് അലങ്ങിയാൽ അവരെല്ലാവരും അറിയും. പിന്നെ അമ്മ കൊണ്ടുവരുന്ന പലഹാരം ഞാൻ കഴിക്കില്ല. അമ്മ അതെനിക്ക് കൊണ്ട് തരുമില്ല. കണ്ണേട്ടന് സമാധാനമായില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും കഴിക്കരുത്. ഇനി ആ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഒന്നും കഴിക്കണ്ട. അമ്മ ഇവിടെ വന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശരി, ഈ കണ്ണേട്ടൻ അവിടെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കണം. എനിക്കിപ്പോൾ കണ്ണേട്ടൻ്റെ കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ. ശത്രുക്കൾക്ക് ഇപ്പോൾ കണ്ണേട്ടനോട് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഈ നാടകം പൊളിയുകയാണെങ്കിൽ ഒത്തിരി ഭയപ്പെടേണ്ട ഒരവസ്ഥയാണത്. കാരണം എപ്പോൾ വേണമെങ്കിലും കണ്ണേട്ടൻ്റെ ജീവന് ആപത്തുണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സൂക്ഷിച്ചോളാമെന്ന് മഹിയോട് കണ്ണൻ പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.